2025 കേരള PSC കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഇലക്ട്രീഷ്യൻ എക്സാംസുകൾ എന്ന് പറയുന്നത് ഒട്ടനേകം എക്സാംസുകളാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രീഷ്യൻ എക്സാംസ് അല്ലെങ്കിൽ ലൈൻമാൻ പോസ്റ്റുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കുന്നു, അതിൽ അത്ര വേക്കൻസി ഒന്നും ഉണ്ടാവില്ല എന്നൊരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ പല ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇത് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2025 ഒരുപാട് ഇലക്ട്രീഷ്യൻ എക്സാംസുകളാണ് ഇതിനോടകം എന്ത് ചെയ്തിട്ടുള്ളത്, കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള എക്സാം ഡേറ്റ്സും നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ലൈൻമാൻ പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റിൻ്റെ അതേ സിലബസിന് സെയിം ആയിട്ടുള്ള സിലബസ് തന്നെയാണ് ലൈൻമാൻ പോസ്റ്റ് ആണെങ്കിലും ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണെങ്കിലും ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മുന്നിലുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇലക്ട്രീഷ്യൻ എക്സാംസ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഏതെല്ലാം ഇലക്ട്രീഷ്യൻ എക്സാംസുകളാണുള്ളത്, എന്താണ് ഈ എക്സാമിൻ്റെ സിലബസ് വരുന്നത്, എങ്ങനെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്കമിംഗ് ആയിട്ട് വരുന്ന ഇലക്ട്രീഷ്യൻ എക്സാംസ് എന്ന് പറയുന്നത്, അപ്പോൾ ഞാനിവിടെ ഈ ഡിസ്പ്ലേയിൽ കാറ്റഗറി നമ്പറും നെയിം ഓഫ് പോസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, എക്സാം ഡേറ്റ് എന്നിങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 93/2024, 94/2024, 246/2024, 270/2024 ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ നമ്മൾ മെയ്യിലാണുള്ളത് അല്ലേ. അപ്പോൾ ജൂൺ ജൂലൈ എന്ന് പറയുമ്പോൾ ഒരു 2-3 മാസമാണ് നമ്മുടെ മുന്നിൽ നിയർലി നമുക്ക് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ വീണ്ടും നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു 045/2025, 197/2024, 746/2024 ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. ഇവിടെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഉണ്ട്, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ നവംബർ ആണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ എക്സാംസുകളെല്ലാം നിയർ ബൈ ആയിട്ട് വരാൻ പോകുന്ന എക്സാംസുകൾ തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ 436/2024 ലൈൻമാൻ പോസ്റ്റ് ഉണ്ട് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അതും സെപ്റ്റംബർ നവംബറിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒന്നാണ് 12/2025 അസിസ്റ്റൻറ്റ് ലൈൻമാൻ എന്ന് പറയുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രീഷ്യൻ ലെവൽ പോസ്റ്റുകളാണ്. ഓക്കെ, ഇലക്ട്രീഷ്യൻ സിലബസിന് വരുന്ന അതേ പോസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ എക്സാംസിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വേക്കൻസീസ് ജനറേറ്റ് ആവും എന്ന് മാത്രമല്ല, ഈ ഇലക്ട്രീഷ്യൻ എക്സാംസിൽ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ ടോപ്പ് റാങ്കേഴ്സിന് മാത്രമൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒരു 10 വേക്കൻസി ഉള്ള പോസ്റ്റ് ആണെങ്കിൽ പോലും ആ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്ത് ആദ്യ 10 റാങ്കിൽ എത്തുന്ന മിക്കവാറും ആളുകൾ മറ്റ് പോസ്റ്റുകളിൽ KSEB പോലുള്ള എക്സാംസുകളിൽ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസുകളിലൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇലക്ട്രീഷ്യൻ പോസ്റ്റ് പിന്നെയും അഡ്വൈസ് പോകുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമാണ് ഇലക്ട്രീഷ്യൻ. എന്തുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് അതിൻ്റെ സിലബസിനെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആൻഡ് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതായത് ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾസിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് മാത്രം. മൊഡ്യൂൾ 2ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓംസ് ലോ, അതേപോലെ തന്നെ കിർച്ചോഫ് ലോസ്, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ള ആ ഒരു ബേസിക് ആയിട്ട് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ മാഗ്നറ്റിസം ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ആൻഡ് നാലാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആക്ച്വലി നമ്മൾ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ, ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിന് പഠിക്കുമ്പോൾ ഇതെല്ലാം ഒരു മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ. അതായത് ഒരു മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളാണ് ആക്ച്വലി ഒരു 4 മൊഡ്യൂളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെഷീൻസിൽ DC മെഷീൻസ്, DC ജനറേറ്റർ, ആ ഒരു മെഷീൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് 5ാമത്തെ മൊഡ്യൂൾ വരുന്നത്. 6ാമത്തെ മൊഡ്യൂൾ എന്ന് വരുന്നത് AC മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് 3 ഫേസ്. അതായത് മെഷീൻസ് 2 മൊഡ്യൂൾ വരുന്നുണ്ട്. ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സെക്ഷനിൽ ഒരു 4 മൊഡ്യൂൾ വരുന്നുണ്ട്. ഇനി 7th മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയാണ്. 8ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇല്യൂമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക് ഇല്യൂമിനേഷൻ ആണ്. ബേസിക് ഇലക്ട്രോണിക്സ് ഒക്കെയാണ് അവിടെ വരുന്നത്. മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് പവർ സിസ്റ്റമാണ്. അതിൽ പവർ ജനറേഷൻ, സോഴ്സ് ഓഫ് എനർജി, വേരിയസ് ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ ഒക്കെയാണ് അവിടെ വരുന്നത്. ആൻഡ് മൊഡ്യൂൾ 10 എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷൻ. ആക്ച്വലി 9ഉം 10ഉം എന്താണ്, പവർ സിസ്റ്റം എന്ന് പറയുന്ന മൊഡ്യൂളാണ്. 5ഉം 6ഉം മെഷീൻസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ആദ്യത്തെ 4 മൊഡ്യൂൾ ബേസിക് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. ദെൻ 8 ഇല്യൂമിനേഷൻ, അതേപോലെ അതായത് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന മൊഡ്യൂളാണ്. 7ാമത്തെ മൊഡ്യൂൾ ഇൻസ്ട്രുമെൻറ്റേഷൻ, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ. ആസ് എ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൊഡ്യൂൾസുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഇതെന്തല്ല, ഈ ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളതും ഇതിലെ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതും ഒരിക്കലും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. നിമിയുടെ ബുക്സ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല സ്കോറാണ് വരാറുള്ളത് അല്ലേ. പക്ഷേ ഈ നല്ല സ്കോർ വരിക എന്ന് പറയുമ്പോഴും ഈ സിലബസിൻ്റെ ഡെപ്ത് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഡെപ്തിലേക്കൊന്നും പോയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ, ഇപ്പോൾ നമ്മളൊരു ഡിപ്ലോമ ലെവൽ, ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ ഒരു 2 മാസം കൊണ്ട് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇത്തരം എക്സാംസുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എല്ലാ ഇലക്ട്രീഷ്യൻ എക്സാംസുകളിലും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് ഇലക്ട്രീഷ്യൻ എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ മൾട്ടിപ്പിൾ എക്സാംസുകൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ മിസ് ചെയ്യരുത്. സോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിജയം ഇലക്ട്രീഷ്യൻ എക്സാംസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇലക്ട്രീഷ്യൻ എക്സാംസിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഈ ഒരു ബാച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ 2025 ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്ക്, ഇലക്ട്രിക്കൽ ITI ഡിപ്ലോമ BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു മികച്ച അവസരമായി കണ്ടുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.